ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ഇറങ്ങുന്നു. ഇതിപ്പോൾ രാവിലത്തെ സെഷനാണ്. ഉച്ചയ്ക്ക് മുന്നേ ഒരു കടയിലെത്താനുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ്, കുറച്ചങ്ങോട്ട് മാറിയിട്ട്. അതായത് ഇവിടെ ഇച്ചിരി ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കടയാണ്. ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ തേടി പോവാണ്. ചട്നി മാമി എന്നാണ് കടയുടെ പേര്. വെജിറ്റേറിയൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ അവിടെ പോകുന്നു. അവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് ദൂരമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ചട്നി മാമി എന്നുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഒരു ഫേസ് ഓഫ് ദി റെസ്റ്റോറൻ്റ് എന്ന് പറയാം. ആ സെയിം കളർ കോഡും ഒക്കെ. എൻ്റെ പേര് സൗമ്യ ആൻഡ് നോക്കിയാൽ ഇതാണ് അവരുടെ ഒരു എംപ്ലം പോലെ. ഷീസ് ദി ഫേസ് എന്നതാണ്. വരുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്നു. പിന്നെ ഉള്ളിലൊരു വലിയൊരു നല്ല സ്പേസാണ്. പിന്നെ ഇവർക്കിവിടെ വലിയൊരു ഹാൾ ഏരിയ ഉണ്ട് അല്ലേ, വേണമെങ്കിൽ പാർട്ടി ഹാളുണ്ട്. 350 കപ്പാസിറ്റി. അധികം താമസിക്കാതെ നോൺ വെജ് റെസ്റ്റോറൻറ്റിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആകും. അത് അപ്പുറത്തെ സൈഡ് മരം കഫേ എന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് കഫേ ഒരു പാറ്റേൺ. അത് രാവിലെ തൊട്ടുണ്ടോ? എങ്ങനെയാണ്? മോർണിംഗ് തൊട്ട് എത്ര മണി വരെ ഉണ്ടാവും? നൈറ്റ്. അവിടെ സ്നാക്സ്, ബർഗേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, മലബാർ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും. ഓക്കെ. അപ്പോൾ ഇനി ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11:30 മണിയായി ഞാനിവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് ദോശയൊക്കെ 12 മണി വരെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ദോശയൊക്കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നു. ബാഹുബലി ദോശ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം, നമുക്ക് കഴിക്കാം. അപ്പോൾ ബാഹുബലി ദോശയുടെ മേക്കിംഗ് ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം ആ ബാഹുബലി ദോശ തന്നെ കഴിക്കുകയും ചെയ്യാം. അടിപൊളിയായിരിക്കും കേട്ടോ. അത് വരുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു മണിയടിച്ച് കൊണ്ടുവരുന്നത്. അത് കാണാം കേട്ടോ. ഉണ്ടാക്കുന്നതും എല്ലാം കാണാം. ബാഹുബലി ദോശ കാണാൻ കയറിയതാണ്. തേങ്ങ, ക്യാരറ്റ് ചട്നി, ടൊമാറ്റോ ചട്നി, പായസം, സാമ്പാർ, ഓലെ സ്റ്റൂ. ഓക്കെ. സ്റ്റൂ, വട, സ്റ്റൂ, സാമ്പാർ, പായസം, ടൊമാറ്റോ ചട്നി, എഗെയിൻ വീണ്ടും ക്യാരറ്റ് ചട്നി ആൻഡ് തേങ്ങ ചട്നി. അത് റിപ്പീറ്റ് ചെയ്ത് 2 തരം ചട്നീസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ കുറേ നെയ്യ് ഒഴിക്കുന്നു. വാവ്, ടു റിച്ച്. ബാഹുബലി ദോശ ഇങ്ങനെ മണിയടിച്ച് വരുന്നുണ്ട്. ബെല്ലടിച്ചിട്ട് ഭയങ്കര ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ബാഹുബലിയുടെ മ്യൂസിക്കാണ് ഇടുന്നത്. ആ സമയത്ത് ആ മ്യൂസിക് നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, കാര്യം നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അത് കാരണം ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മതി. നല്ല രസമാണ്. ഇതെങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല. നല്ല ക്രിസ്പി ദോശയാണ്. പ്ലസ് സോ മെനി ചട്നീസ്. 1 2 3 4 5 6 തരം ചട്നി സ്റ്റൂ ഉൾപ്പെടെ ആണ് വരുന്നത്. അത് തന്നെ ഡബിൾ ക്വാണ്ടിറ്റി. ഇതിപ്പോൾ സാധാരണഗതിയിൽ എനിക്കൊണ്ട് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. എനിക്കറിഞ്ഞൂടെ ഇത് എവിടെ നിന്ന് തുടങ്ങണം. ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുത്ത സെപ്പറേറ്റായിട്ട് പ്ലേറ്റ് ഇത് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ 2 3 4 പേർക്ക് കഴിക്കാം, കപ്പാസിറ്റി അനുസരിച്ചിട്ട്. ഇത്രയും നോക്കൂ, ഭയങ്കര ക്രിസ്പി
ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് എടുത്ത് കഴിച്ച് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. ഇത് സാമ്പാർ, കടലക്കറിയുണ്ട്, സ്റ്റ്യൂ ഉണ്ട്, ക്യാരറ്റ് ചട്നി, ടൊമാറ്റോ ചട്നി, തേങ്ങാ ചട്നി. ഓ മൈ ഗോഡ്, തേങ്ങാ ചട്നിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആഹാ, അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. ഓൾറെഡി ഇതിനകത്ത് മുളകിൻ്റെ ഒരു ചട്നി പേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. ഇത് ക്യാരറ്റ്, ക്യാരറ്റ് ചട്നി, മുളക്, ഓ മുളക് ചമ്മന്തി, മുളക് ഉള്ളി. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ, പറഞ്ഞാൽ അത് എത്രത്തോളം പറ്റുമെന്നറിയില്ല. ഇത് കടല, അടിപൊളി. ഇതിൻ്റെ കൂടെ വടയുണ്ട്, പായസമുണ്ട്. ചൂ ഇല്ല തോന്നുന്നു, പായസമായിരുന്നു ഞാൻ കണ്ടത്. ഇനി സമാധാനമായിട്ട് കഴിക്കും. വെരി സോഫ്റ്റ് പപ്പി. ഗംഭീരം, എല്ലാം കൊള്ളാം. ഇത് വലിയൊരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മുടെ ബാഹുബലി ദോശ വരുമ്പോൾ എല്ലാവരും നോക്കും, ഇങ്ങനെ ബെല്ലടിച്ചിട്ടല്ലേ വരുന്നത്. കുറേ പേര് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മാത്രമാണെങ്കിൽ ചില ഹോട്ടൽസിൽ പോകുമ്പോൾ നമ്മൾ സിസ്ലേഴ്സ് ഓർഡർ ചെയ്യുമ്പം ഇങ്ങനെ ഒച്ചയിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഭാഗത്തേക്ക് നോക്കും, എന്താ സിസ്ലേഴ്സ്, ഒരു എല്ലാവരുടെ ശ്രദ്ധയും നമ്മുടെ ടേബിൾ. അതുപോലെയാണ് ബാഹുബലി വരുമ്പോൾ ഒരു പെക്യൂലിയർ, ഒരു ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് സദ്യയും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം എന്നാണ് ഐഡിയ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതും കൂടി കഴിക്കാം. ഇപ്പോൾ ലഞ്ച് ടൈം ആയി വരുന്നേ ഉള്ളൂ. ഒരു ഫിൽറ്റർ കോഫിക്ക് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാവ്, യെസ്. അപ്പോൾ ഇങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഫിൽറ്റർ കോഫി കുടിക്കാനുള്ളൊരു മൂഡ് വരും. അത് തമിഴ്നാട് യാത്രയ്ക്ക് ശേഷമുള്ള മാറ്റമാണ്. യെസ്, നല്ല കടുപ്പമുള്ള കോഫിയാണ് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് സദ്യയുടെ കാര്യം കൂടെ കാണാനുള്ളതാണ്. ഓ മൈ ഗോഡ്, സ്വർണ്ണത്തലി, സ്ട്രോങ്, വെരി സ്ട്രോങ്. ഞാനൊരു കോഫി പേഴ്സൺ അല്ലാതെ എല്ലാവർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഒക്കെ എനിക്ക് ഇച്ചിരി പാടാണ്. പക്ഷെ നല്ല കോഫിയാണ്. അപ്പോൾ അടുത്ത ഈറ്റിംഗ് സെഷൻ തുടങ്ങാൻ പോകും, അതായത് സദ്യയാണ്. ഇത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. ഉച്ചയ്ക്കുള്ള ലഞ്ച് കേരള ട്രഡീഷണൽ സദ്യയാണ്, ഊണ്. അതും കൂടെ കഴിക്കാം. കുറച്ച് വെള്ളം. അപ്പം 365 ദിവസവും ഇത് കിട്ടും സദ്യ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ആദ്യം ഉപ്പ്, ഉപ്പേരി, ശർക്കര വരട്ടി, പഴം, മുളക്, പപ്പടം, ഇഞ്ചി, കുറച്ച് വെച്ചാൽ മതി. കുറച്ച് അയ്യോ, കുറച്ച്, ഇതിൻ്റെ പകുതി മതി, വേസ്റ്റായി പോലെ. മനസ്സിലായില്ലേ? ഇതെന്താ സംഭവം? നാരങ്ങ. ഓക്കെ, വെള്ള നാരങ്ങയാണോ? ഓക്കെ. മാങ്ങ, ബീട്രൂട്ടാണല്ലേ, ബീട്രൂട്ട് കിച്ചടി, വെള്ളരിക്ക, മധുരക്കറി, ഓലൻ, ഒരു മെഴുക്ക് വരട്ടിയുണ്ട്, കോവയ്ക്ക, അവിയൽ, കൂട്ടുകറി. വടയിട്ട കൂട്ടുകറിയാണോ? ഓക്കെ. തോരനില്ല അല്ലേ? ഓക്കെ, മാറിയാണ് വരുന്നത്. ഓക്കെ, തോരന് പകരമാണ് ഈ മെഴുക്ക് വരട്ടി വന്നത് അല്ലേ? ഓക്കെ. പിന്നെ കുത്തരി ചോറ്, മതി. നല്ല ചെമ്പാവരി ചോറാണ്. കുത്തിരിച്ചോറ് നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട്, അതുകൊണ്ട് കൊള്ളാം. ഇതിൽ സാധാരണ ഒഴിച്ചുകറി എന്ന് പറയുമ്പോൾ പരിപ്പുണ്ട്, സാമ്പാർ വരും, പിന്നെ പുളിശ്ശേരി, രസം, മോര് എല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് പയർ വറുത്ത് പിളർന്നെടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ തൊട്ടുകറികളെല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഓരോ ദിവസം മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തോരനുള്ള ദിവസമാണെങ്കിൽ മെഴുക്ക് വരട്ടി ഉണ്ടാവില്ല അല്ലേ? ചെറിയ മാറ്റങ്ങൾ. അച്ചാറൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും.
മസ്റ്റാണ്. ബാക്കിയുള്ളതിന് ചെറിയ മാറ്റങ്ങൾ, അതായത് ഐറ്റത്തിലൊരു മാറ്റം, പക്ഷേ ഇത്രയും കറികളുണ്ടാവും. പിന്നെ പരിപ്പ്, നെയ്യ്, പപ്പടം, ബാക്കിയെല്ലാം. പിന്നെ സാമ്പാർ, പുളിശ്ശേരി, പായസം. 3 തരം പായസം. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? അട, ഫ്രൂട്ട്സ് പായസം. ഇന്നത്തെ എന്തായിരിക്കും രണ്ടാമത്തെ പായസം? നോക്കിയില്ല അല്ലേ? അട, പരിപ്പ്, 3 പായസം, പാൽ പായസം, ബോളി. ഓക്കെ, അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. ഓക്കെ, പരിപ്പ്, പപ്പടം, അതാണല്ലോ ഒരു പ്രൊസീജിയർ. നല്ല പരിപ്പ്, നൈസ്, വെരി നൈസ്. ഇനി നമ്മുടെ അച്ചാറുകളെല്ലാം നോക്കട്ടെ. ഇഞ്ചിക്കറി ഈസ് ഗുഡ്. നാരങ്ങ, വെള്ള നാരങ്ങ, മാങ്ങ, എല്ലാം കൊള്ളാം കേട്ടോ. കിച്ചടി, ബീറ്റ്റൂട്ട് കിച്ചടി കൊള്ളാം, വെരി നൈസ്. എനിക്കൊണ്ട് കിച്ചടികൾ മാറി മാറി വരും, ഓരോ ദിവസം ഓരോ ടൈപ്പായിരിക്കും. ഇന്നിപ്പോൾ പാവയ്ക്ക. ഓക്കെ, പാവയ്ക്ക കിട്ടും, അത് മാറി മാറി വരും. വെള്ളരിക്ക ആകാം, മാറിക്കോളും, അതും കൊള്ളാം. ഓലൻ, എനിക്ക് മെഴുക്ക് വരട്ടിയിലായിരുന്നു ആദ്യമേ നോട്ടം. നല്ലതായിട്ട് വഴറ്റി ഒരു റോസ്റ്റഡ് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. നല്ലത്, നല്ല പച്ച ഏത്തക്കാനായിട്ട് അവിയലാണ്. കളർ കാണുമ്പോൾ അറിയാം നമുക്ക് നല്ലതാണോ എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. വെരി നൈസ്. അതുകൊണ്ട് എല്ലാ കറികളും ഞാൻ ഒറ്റ സ്ട്രിപ്പിന്. ഫുഡ് കറി ഈസ് ഗുഡ്. ആൻഡ് മധുരക്കറി, പൈനാപ്പിളും മുന്തിരിങ്ങയൊക്കെ. മധുരക്കറി, എല്ലാം നല്ലതാണ്, ഗംഭീരം. പിന്നെ ഇനി വരുന്ന സാമ്പാറൊക്കെയാണ്. ഞാൻ സാമ്പാർ കഴിക്കില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ കാണിക്കാം. ഇച്ചിരി മതി, അതിൻ്റെ കളറെല്ലാം അറിയാമല്ലോ. യെസ്, ഓക്കെ, സാമ്പാർ ഇസ് ദയർ, നല്ല സാമ്പാർ. ഇനി പുളിശ്ശേരിയുണ്ട്, പായസത്തിന് ശേഷം മതി മതി ഇടപ്രഥമൻ. വെരി നൈസ്. അട, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുവാണ്, അത് കാരണം കുറച്ച് ക്വാണ്ടിറ്റി ടേസ്റ്റിങ്. ഇന്ന് കടലയാണോ? ഓക്കെ, നൈസ്. കടല, ബോളി. അയ്യോ, വലിയ ബോളിയാണല്ലോ, ബിഗ് സൈസ്. പായസം, പാൽപ്പായസം. പാൽപ്പായസം എന്ന് പറയുമ്പോൾ ഇത് വെർമിസെല്ലി പായസമാണ് വിത്ത് ബോളി. വെരി നൈസ്, ഗംഭീരം. പിന്നെ നല്ല ഒരു അടിപൊളി സദ്യ. അപ്പോൾ ചട്നി മാമിയിലേക്ക് വരിക. ഉച്ച സമയത്ത് വന്നാൽ നല്ല ഗംഭീര സദ്യ കഴിക്കാം. 3 കൂട്ടം പായസം കൂട്ടി കഴിക്കാം. പിന്നെ വെറൈറ്റി ദോശാസ് രാവിലെ എത്ര മണിക്ക് ഇവിടെ സ്റ്റാർട്ടിങ്? മോർണിംഗ് 7 മണിക്ക്. ഓക്കെ, രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ നോൺ സ്റ്റോപ്പായിട്ട് ഭക്ഷണം കിട്ടും. ദോശ വെറൈറ്റീസ്, പല 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 കാര്യങ്ങൾ കിട്ടും. പിന്നെ ലഞ്ച് ടൈമിൽ ലഞ്ചാണ് 12 മണി തൊട്ട് 3 മണി വരെ ഇതായിരിക്കും. 3 മണി വരെ ലഞ്ച് മാത്രമേ ഉള്ളൂ. അതിന് ആഫ്റ്റർ ദാറ്റ് അഗെയിൻ ദോശാസ് വെറൈറ്റീസ്. ഇവിടെ ചോക്ലേറ്റ് ദോശയുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പിസ്സ ദോശയുണ്ട്, ഓണിയൻ ചീസ് ദോശ, പിന്നെ സാത്തർ ചീസ്, ഓപ്പൺ മസാല ദോശ, പിന്നെ മൈസൂർ മസാല ദോശ, ബാഹുബലി നമ്മൾ കണ്ടു. അങ്ങനെ ഫുൾ പരിപാടിയാണ്. നല്ല ആംബിയൻസ്, ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. വരുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഇവിടുത്തെ സർവീസും ഒക്കെ വളരെ നല്ലതാണ്, എല്ലാം ബെസ്റ്റ്. എനിക്കിഷ്ടമായി. വളരെ കൂടുതലൊന്നും അല്ല, റേറ്റ്സൊക്കെ വളരെ റീസണബിളാണ്. സദ്യക്ക് ഇവർ 275 ആണ് ചാർജ് ചെയ്യുന്നത് അല്ലേ? 273. 260 പ്ലസ് ടാക്സ്, എല്ലാം കൂടെ 273 വരുന്നുള്ളൂ. വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി വളരെ കുറവാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ സാധന വില വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിശയമാണ്. പായസം മാറി മാറി വരും, ഓരോരോ പായസത്തിൻ്റെ വെറൈറ്റീസ്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ പോയിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു.
ചട്നി മാമീൻ്റെ തിരക്ക് തുടങ്ങി കഴിഞ്ഞു. അകത്ത് ഫുൾ ബിസി സ്റ്റാഫ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫോർമാലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. അത് ഭക്ഷണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇഫ് യു എൻജോയ് യുവർ മീൽ റിംഗ് ദ ബെൽ എന്നാണ് പറയുന്നത്. എൻജോയ് ചെയ്തോ സ്വാഭാവികമായിട്ടും. വാ മണി അടിക്കണം, അത് റിങ് ചെയ്തിട്ട് പോകണം എന്നാണ്. അപ്പോൾ ഹാപ്പി ആയിട്ട് പോവുകയാണ്, ഹാപ്പി മൈൻഡ്. പിന്നെ ഒരു സ്ഥലം കൂടിയുണ്ട്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവരുടെ കഫേ എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ സൈഡിലൊക്കെ ബിൽഡിങ്ങൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നോൺ വെജിന് വേണ്ടിയിട്ട്. ഹട്ട് പോലെയൊക്കെ വരുന്നുണ്ട്, നല്ല രസമുണ്ട് ആ ഭാഗമൊക്കെ. നല്ലൊരു ഗാർഡൻ ഏരിയ പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്, ഇഷ്ടം പോലെ. അപ്പോൾ ഇവിടുന്ന് നടക്കാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് ചട്നി മാമിയുടെ തന്നെ കഫേ ആണ്. അതിൻ്റെ പേരെന്താ പറഞ്ഞത്? മരം. ഓക്കെ, മരം ചായ്. അപ്പോൾ മരം കഫേ ആണ്. ഓക്കെ, ചട്നി മാമി റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമൈസസ് ആണ്. നോക്കേ എന്തോരം സ്ഥലമുണ്ടെന്ന് നോക്കൂ ഈ ഭാഗത്തൊക്കെ. നല്ല രസമുണ്ട്. ഈവനിങ്ങൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. ഒരു ഫൗണ്ടൻ ഏരിയ. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഏരിയയിലാണ് അവരുടെ ഹാളാണ്. 350 പീപ്പിളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി ഹാൾ. താഴെ റെസ്റ്റോറൻറ്റ് വരുന്നു നോൺ വെജിൻ്റെ. ഈ ഹട്ട്സും ഒക്കെ ചെറിയ ചെറിയ പാർട്ടീസൊക്കെ അവർ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മീനിനെ വളർത്തുന്നില്ലേ? കുറേ മീനുകളെ കൂടെ ഗപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? കുറേ മറ്റേ എന്താണ് പറയുക, വേറെ ഈ ഗോൾഡ് ഫിഷിൻ്റെ പോലത്തെ ടൈപ്പ് ഉണ്ടല്ലോ, ഓർണമെൻ്റൽ. രസമായിരിക്കും ആണല്ലേ? പക്ഷെ രസമുണ്ട്. അത് നല്ലൊരു ഏരിയ, ബ്യൂട്ടിഫുൾ ഒരു ആംബിയൻസ്, ഗ്രീനറി. ഈവനിങ് ഒക്കെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല രസമായിരിക്കും. നല്ല പാർക്കിംഗ് ഉണ്ട്. ഓ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ ഹട്ടൊക്കെ. ഇതെന്താ പറഞ്ഞാൽ ഒരു വാഗമരത്തിൻ്റെ ഒറ്റത്തടിയിലുണ്ടാക്കിയ ടേബിൾ അല്ലേ? മുറിഞ്ഞ് കിടന്നൊരു മരം, അതിനെ അവർ ഇത് ചെയ്ത് ഒറ്റത്തടിയും. ഭയങ്കര രസമുണ്ട് ഇവിടെ. അതാണ്, ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ രസമാണ്. ഒരു ഹട്ട് മാതിരി ഇതുപോലെ 2-3 ഉണ്ട്. അപ്പോൾ ചെറിയ കൊച്ചു പാർട്ടീസൊക്കെ ഇവിടെ നല്ല രസമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് 200ഓളം പറ്റും അല്ലേ? അവിടെ 350ഓളം വലിയ ഹാളാണ്, പാർട്ടി ഹാൾ, 350 കപ്പാസിറ്റി. സോ നൈസ്. ഇനി ഇവരുടെ നോൺ വെജ് ഈ സൈഡിലേക്കായിരിക്കും വരാൻ പോണേ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ കൂടി വരും. ഇതിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ഇവിടെ നിന്ന് പുറത്തുനിന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയാട്ടോ. ഹട്ട് പോലെ വെളിയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഏലക്കടയാണോ? അല്ല, അതിൻ്റെ പോലത്തെ സിമിലർ ആ ഏല. 2 സൈഡിലും വാട്ടർ ബോഡിയും ഒക്കെ ആയിട്ട് ഫൗണ്ടനും രസം. അങ്ങനെ ചട്നി മാമിൽ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഭക്ഷണം മാത്രമല്ല, ആംബിയൻസും രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് എക്സാക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് കിളിമാനൂർ എത്തുന്നതിന് മുന്നേ അല്ലേ? അവിടെ നിന്ന് വരുമ്പോൾ, ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ കാരേറ്റ് എത്തുന്നതിന് മുമ്പേ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, കാരേറ്റ് കഴിഞ്ഞിട്ട് കിളിമാനൂരിന് മുന്നേ പുളിമാത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് വരികയാണെങ്കിൽ, നമ്മൾ എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ കിളിമാനൂർ കഴിഞ്ഞിട്ട് കാരേറ്റിന് മുന്നേ പുളിമാത്ത്. ഇത് പിന്നെ റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം, റോഡ് സൈഡിലാണ്. വളരെ വിസിബിളാണ് ചട്നി മാമി. ഇറ്റ്സ് നല്ല വിസിബിലിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവരുടെ കഫേയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ജസ്റ്റ് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ, നടന്നു പോകാം. നല്ല തിരക്ക്, ആൾക്കാരെല്ലാം ലഞ്ചിന് വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയമായപ്പോൾ ഞാൻ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ കാണുന്നതാണ് അവരുടെ കഫേ. ഇതല്ല ഇതിൻ്റെ പാർട്ടാണ് കേട്ടോ. ചട്നി മാമി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. പ്യുവർ വെജ്, ടോട്ടൽ ആംബിയൻസ്. റോഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. കുറേ വണ്ടികൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നോക്കൂ, പ്യുവർ വെജ് ചട്നി മാമിയുടെ. മാമി വിളിക്കുന്നു, കഴിച്ചിട്ട് പോകാമെന്നാണ് പറയുന്നത്. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം. ഇത് ഇവരുടെ കഫേ, മരം. ഇന്നത്തെ സ്പെഷ്യല് സെഷ്വാൻ മോമോസ്, ഹോട്ട് വിങ്സ്, തന്തൂരി ടവർ ബർഗർ, ചീസ് ചിക്കൻ റാപ്പ്. ഇത് നോൺ വെജൊക്കെ കിട്ടും അല്ലേ ഇവിടെ? ചീസി വെജ് സാൻഡ്വിച്ച്, പാസ്ത ചിക്കൻ, കാട ഫ്രൈ ആൻഡ് കപ്പ. ഇവിടെ മലബാർ സ്നാക്സ് ആണ് അല്ലേ കൂടുതലും. പിന്നെ അല്ലാണ്ട് ബർഗർ പോലത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ജ്യൂസ് ഐറ്റംസ്. ഓക്കെ, പിന്നെ അപ്സ്റ്റേഴ്സ് വേണമെങ്കിൽ ഇരിക്കാം. മരം എന്നാണ് പറയുന്നത്, മരത്തിൻ്റെ വേണം. അവിടെ ഒരു ഇരിക്കാൻ സ്പേസ് ഉണ്ട്. അതായത് പഴയ MC റോഡാണ് നമ്മൾ ഈ ഇടത് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ അതൊക്കെ പോയല്ലോ. ഇപ്പോൾ MC to NH കണക്റ്റിംഗ് വലിയ റോഡാണല്ലോ. അതെ, ബിഗ് റോഡിൻ്റെ സൈഡിൽ. ഇത് ഈ ഒരു മരത്തിൻ്റെ സൈഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേര് മരം എന്ന് പറയുന്ന ഈ കഫേക്ക് പേര് കൊടുത്തത്, സിംബോളിക്കായിട്ട്. ഇത് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ടാവും. ആ ഒരു ആംബിയൻസ് കറക്റ്റ് ഫീൽ ചെയ്യാം. ഒരു ബുദ്ധനെയൊക്കെ വെച്ചിട്ടുണ്ട്.
ഒരു വാട്ടർ ബോഡി ഉണ്ട്, ചെറിയൊരു ഫൗണ്ടൻ ഉണ്ടാകും. അത് എനിക്ക് തോന്നുന്നു ഈവനിങ് ആകുമ്പോഴേ അത് ഓൺ ആക്കുള്ളൂ. പിന്നെ ഒരു തീമാറ്റിക്കായിട്ട് സൈഡിലൊക്കെ നോക്കിയുള്ളൂ, ആ വാളിലൊക്കെ ഇങ്ങനെ കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു കഫേയാണെന്ന് പറയുന്നത്. മേളിൽ ബുക്സ്, ചെറിയൊരു ലൈബ്രറിയൊക്കെ അവർക്കുണ്ടെന്ന് പറയുന്നു, ബുക്ക് കളക്ഷനൊക്കെ. ഈ കഫേയുടെ ആംബിയൻസ് ഒന്ന് നോക്കും, ലൈറ്റ്സ്, ബോട്ടിൽസൊക്കെയാണ് ഇങ്ങനെ തൂക്കിയിരിക്കുന്നത്. അതെ, അത് ശരിയാണ്. ഒരു സൗഹൃദങ്ങൾക്ക് ഓക്കെ, എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനൊരു സ്ഥലം എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടിയുണ്ട്. കാര്യം അതിനാണ് ഈ ബുക്സിൻ്റെ കളക്ഷനൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഒന്നിരുന്ന് വായിക്കാനോ റിലാക്സ് ചെയ്യാനും നർമ്മങ്ങൾ പങ്കിടാനും അല്ല ഒരു ഗ്യാതറിങ്ങിന് പറ്റിയൊരു സ്പേസ് ആയിട്ട് വിചാരിക്കാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാം, ഹൈവേ, MC റോഡിൻ്റെ വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുന്ന കാഴ്ചയാണ് സൈഡിൽ. പക്ഷേ ഇവിടെ വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം ആൾക്കാർക്ക്. ഇത് പക്ഷേ 1 വീക്ക് ആയിട്ടുള്ളൂ അല്ലേ ഓപ്പണായിട്ട്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അൺഫിനിഷ്ഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ഇവർക്ക് മെനു കാർഡിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മലബാർ സ്നാക്സ് ഒക്കെ ഉണ്ട്, ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി, കിളിക്കൂട്, ഏലാഞ്ചി, ഉന്നക്കായ, കൊഴുക്കട്ട, ഇളയട, വട എല്ലാം ഉണ്ട്. അല്ലാണ്ട് നോൺ വെജ് സ്റ്റാർട്ടേഴ്സ്, ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ സ്ട്രിപ്സ്, പിന്നെന്താ ഹോട്ട് വിങ്സ്, ചിക്കൻ പോപ്കോൺ, സ്വീറ്റ് ചില്ലി സ്ട്രിപ്സ്, ബാർബിക്യൂ, മോമോസ് ഉണ്ട് പലതരം, സെഷ്വാൻ മോമോസ് ഉൾപ്പെടെ. സ്മോൾ ബൈറ്റ്സ് ഉണ്ട്, വെജ് ചീസ് ബോൾസ്, വെജ് നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ്, സ്പൈസി ലോഡഡ് ഫ്രൈസ്, പെരി പെരി ഫ്രൈസ്, ബർഗേഴ്സ് ഉണ്ട്. മരത്തിൻ്റെ മിക്സ്ഡ് ടച്ചിങ്സ് ഉണ്ട്, ഇവരുടെ സ്പെഷ്യലാണത്. നഗറ്റ്സ് എല്ലാം കൂടി വരുന്നൊരു ഇതല്ലേ, ഒരു കോംബോ പോലെ. സ്പ്രിംഗ് ഓണിയൻ സമൂസ, ഫ്രൈഡ് മോമോസ്, ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ് എല്ലാം കൂടി. പായസം വിത്ത് ബോളിയും ഉണ്ട് ഇവിടെ. ഓക്കെ, കരിക്ക് സ്പെഷ്യൽസ്, കരിക്കിൻ ഡേറ്റ്സ്, കരിക്കിൻ നട്ട്സ്, ഷേക്സ് ആട്ടോ. പിന്നെ ഫ്രൂട്ട് സലാഡുണ്ട്, ഇവരുടെ സ്പെഷ്യൽ സലാഡ്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓൾ തിങ്സ് ആർ ഹിയർ. അപ്പോൾ ചട്നി മാമി പോകുന്നവർക്ക് അവിടെ പോവാം, ഇവിടെ വരേണ്ടവർക്ക് ഇവിടെ വരാം. പിന്നെ ഈ യാത്ര മധ്യേ പെട്ടെന്ന് എന്തെങ്കിലും ഷോർട്ട് ഈറ്റ്സ് കഴിക്കണം എന്നുണ്ടെങ്കിലും കഴിച്ചിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്യാം. കൊള്ളാം, നൈസ് കോൺസെപ്റ്റ്. അങ്ങനെ മരം കഫേയും കണ്ടു കഴിഞ്ഞു, അടിപൊളി. കഴിക്കാൻ വയറിൽ തുള്ളി സ്ഥലമില്ല, അതുകൊണ്ട് മാത്രം ഒന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ വരിക, എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തില്ലോ. ഇത് റെസ്റ്റോറൻറ്റ് മാനേജർ ശ്രുജയൻ, ദിസ് ഈസ് റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ സേതു. അപ്പോൾ ഇവരാണ് എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നത്. ഇങ്ങനെ എല്ലാം പറഞ്ഞൊക്കെ തരുമായിരുന്നു. ഓണേഴ്സിനെ കാണാൻ പറ്റിയില്ല, അപ്പോൾ അറിയിച്ചേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പോയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വരാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസാണ്. നമുക്ക് റോഡിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വരാനുള്ള സ്ഥലമുണ്ട്, MC റോഡിലൂടെ. അപ്പോൾ അല്ലാണ്ട് വരാനും പറ്റിയൊരു സ്ഥലമാണ്. ദാറ്റ് ഈസ് നമുക്കൊരു സദ്യ കഴിക്കണം തോന്നുന്നു, അല്ലെങ്കിൽ ബാഹുബലി ദോശ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യലൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ വരിക വാഹനം എടുത്തിട്ട്. ഓക്കെ, കുഞ്ഞുങ്ങളുമായിട്ട് വരികയാണെങ്കിൽ പിസ്സ, ദോശ, ചോക്ലേറ്റ് ദോശ എല്ലാം കഴിക്കാം.